ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള സെറാമിക് ലിമിറ്റഡിൻ്റെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 189/2022 10/4/2024 ഇതിൻ്റെ അഡ്വൈസ് മെമോ ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വേക്കൻസി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ 4 വേക്കൻസി ഫ്രഷ് വേക്കൻസിക്കാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശമ്പളത്തിൻ്റെ സ്കെയിൽ എന്ന് പറയുന്ന സംഭവം അതിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയാം അതിന് പിന്നീട്. ഈ വേക്കൻസി അതിന് മുമ്പായിട്ട് പോസ്റ്റൽ വേക്കൻസി ആയിട്ട് 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 3ഉം 4ഉം വേക്കൻസിയാണ് ഈ വേക്കൻസി എന്നുള്ള ആ ഒരു സംവിധാനത്തിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വേക്കൻസികളൊക്കെ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, ആരെയാണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് 2ാമത്തെ റാങ്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ അഡ്വൈസ് ഉണ്ടോ എന്നുള്ള ആ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ പെൻഡിങ് ടേൺസ് എന്ന് പറയുന്നത് NJD നില്ലാണ്, NCA നില്ലാണ്, TPO എന്ന് പറയുന്നതും നില്ലാണ്. ഓൾറെഡി 12 SC ടേണ് ഒരാൾ എടുത്തിട്ടുണ്ട്. ഇനി 13 OC മുതലാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നമ്പർ, നെയിം ആൻഡ് അഡ്രസ്സ്, റാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1ാമത്തെ അഡ്വൈസ് മനു G, ജയിൽ വകുപ്പ് ഡ്രൈവറിലെ ഫസ്റ്റ് റാങ്കുള്ള ആൾ തന്നെയാണ്, എക്സർവീസ്മാൻ ആണ്. അപ്പോൾ ആ വ്യക്തി 13ാമത്തെ റൊട്ടേഷൻ അനുസരിച്ച് ഫസ്റ്റ് റാങ്കാണ് അദ്ദേഹത്തിന് നൽകപ്പെടുന്നു. അത് OC ടേണിലാണ് കയറുന്നത്. 2ാമത്തത് G1 C, 3ാം റാങ്കാണ്. പക്ഷേ ടേൺ ഈഴവ ബില്ലവ തീയ എന്ന് പറയുന്ന കാസ്റ്റിൽപ്പെട്ടതുകൊണ്ട് ആ ഒരു ടേൺ വന്നപ്പോൾ 14ാമത്തെ ടേൺ വന്നപ്പോൾ അദ്ദേഹം 2ാമത്തെ അഡ്വൈസായിട്ട് കയറി. അടുത്തത് എനിക്കാണ്, ഹാരിസ് A, പാലക്കാട് അഡ്രസ്സാണ്. 15ാമത്തെ OC ടേണിലാണ് ഞാൻ കയറുന്നത്. HQ വേക്കൻസിയാണ്. 4 മുസ്ലിം ടേണിലാണ് മുജാഹിദുൽ ഇഹ്സാൻ എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം നിലവിൽ യൂണിവേഴ്സിറ്റി, വയനാട് പൂക്കോട് ഭാഗത്തെ യൂണിവേഴ്സിറ്റിയിൽ വെറ്റിനറി സർവകലാശാലയിൽ ഡ്രൈവർ കമോയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ HQ വേക്കൻസിയാണ്. ടോട്ടൽ 4 വേക്കൻസിയാണ്. ആദ്യത്തെ അഡ്വൈസാണ്. 2 OCയും 2 BCയും കഴിഞ്ഞതിൽ പെൻഡിങ് ടേണൊന്നുമില്ല. ഇനി അടുത്തത് 16 പോയ സ്ഥിതിക്ക് ഇനി അടുത്ത് 17ഉം 18ഉമാണ് ഫ്രഷ് വന്നു കഴിഞ്ഞാൽ പോകുന്നത് കേട്ടോ. അടുത്തത് ഇപ്പോൾ ഇനി NJD, ഇത് ഈ 4 NJD ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഇതിലിപ്പോൾ TPO, NCA, NJD ഒന്നുമില്ല. അപ്പോൾ EWS ഒന്നുമില്ല. അപ്പോൾ ഇനി അടുത്തത് പോകുന്നത് NJD ആണ്. ഈ 4 കേട്ടോ. ഞാനിപ്പോൾ എക്സൈസിലുണ്ട്. അതേപോലെ തന്നെ നിലവിൽ G1 C യൂണിവേഴ്സിറ്റി ഡ്രൈവറിൽ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ മനു ജയിൽ വകുപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ആ ഒരു അഡ്വൈസ് മെമ്മോൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അത് അപ്പോയിൻമെൻ്റാണ് നോക്കുന്നത്. ഇന്ന് വന്ന അപ്പോയിൻമെൻ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അർഹിച്ച ആൾക്കാർ വന്നു കഴിഞ്ഞാൽ NJD കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ. അപ്പോൾ ആരും ഇതുവരെയും ഒരാൾ മാത്രമേ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. ആൾ വന്നൊന്നുമില്ല. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ ഫോമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ സഹകരിച്ച് അവർക്ക് NJD കൊടുക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചും, അതേപോലെ ഈ 4 പേര് ഞാൻ ഒഴിച്ചിട്ടുള്ള ബാക്കി 3 പേരും മിക്കവാറും NJD തന്നെ ആവാൻ സാധ്യത. ശമ്പളത്തിൻ്റെ ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 18,563 രൂപയാണ് ടോട്ടൽ എല്ലാം കൂടെ പിടുത്തമൊക്കെ കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത്. ഇത് അഡ്വൈസ് മെമ്മോ ആണ്. അഡ്വൈസ് മെമ്മോ കുറച്ച് മുമ്പ് വന്നു, പക്ഷേ ഇത് രണ്ടും ഒപ്പം ചെയ്യണമെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് കുറച്ച് വൈകിയത്. അപ്പോൾ HQ വേക്കൻസി, അതിൻ്റെ പേ ഓഫ് സ്കെയിൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. ഇതിൽ എൻ്റെ 3ാമത്തെ അഡ്വൈസാണ്. നേരത്തെ എക്സൈസ് ഫസ്റ്റും, 2ാമത്തെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, ഇത് സെറാമിക് ലിമിറ്റഡ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.